Online class? Google Pambadam. Hello, good morning. Hello, good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. 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 ക്ലാസ്സിലാ പറ. Okay, let's start our introduction class. Are you ready? Okay, ma'am. Yes, ma'am. Yes, ma'am. Yes. Once again, good morning to all. And Good morning, I ma'am. am with you here. My name is Nisha, and my place is North Paravur in Ernakulam district. So, നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇൻട്രോ ക്ലാസ്സിലാണ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് you are very eager to know about what is hospital administration and what are its opportunities and many other things regarding hospital administration. Many of the people have doubt about this course, and you will be able to understand what are the opportunities waiting for you, and also what are the advantages by doing. Okay, so let's see what are the merits and also what are the opportunities opened in this course. So അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ഇവിടെ നിങ്ങൾക്ക് all mute കൊടുക്കാൻ പോവുകയാണ്.
And if you have any doubt regarding this intro class, after my session, I will give you 5 or 10 minutes. Then you can ask whatever doubts you have. Okay. In between, if you are asking something when I am giving some classes, if you are asking in between 5 minutes, it will be a disturbance for all. So to avoid this, cooperate ചെയ്യാം. നമ്മൾ ഇതിനെ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ക്ലാസ്സുകൾ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഓഡിയോ ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയാൻ പോകുന്നത്. ഓഡിയോ ഇപ്പൊ ക്ലിയർ ആകും. അപ്പൊ ഞാൻ അത് ഒന്ന് മുൻകൂർ പറയണ്ടേ, നിങ്ങൾ ഓൾ മ്യൂട്ട് കൊടുത്തെടുത്താൽ ഞങ്ങളെ വായടപ്പിച്ച് ഇവിടെ ഇരിക്കുന്നൊന്നും നിങ്ങൾക്ക് തോന്നരുതല്ലോ. അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കുമ്പോൾ സൗണ്ട് ഒക്കെ ക്ലിയർ ആകും. ഓക്കെ. അപ്പൊ ക്ഷമിക്കണം. ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പറയാം. ഓക്കെ. സോ നമ്മളിവിടെ ഓൾ മ്യൂട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. നമ്മൾ എത്ര കൺട്രോൾ ചെയ്യാൻ പോയാലും എല്ലാവരും ഡിവൈസ് ഒക്കെ എന്താ പറയാ ഓഫ് ആക്കി വെച്ചാലും സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചാലും എങ്ങനെ വന്നാലും അതില് ക്ലാരിറ്റി കുറവ് വരും. സോ ഓൾ മ്യൂട്ട് കൊടുത്താൽ ആ പ്രോബ്ലം അങ്ങോട്ട് മാറി കിട്ടും. നൗ ഈസ് ഇറ്റ് ക്ലിയർ? ഇപ്പൊ ക്ലിയർ ആയോ? സൗണ്ട് ക്ലിയർ ആയോ? യെസ്, അതാണ്. ഓക്കെ. അപ്പൊ നമ്മള് എല്ലാവരും തന്നെ ഒരുപാട് എന്താ പറയാ, നിങ്ങളിപ്പോ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ പേർക്ക് സ്വന്തം എന്താ പറയാ അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. മറ്റാരുടെയെങ്കിലും എന്താ പറയാ ഫോഴ്സ് കൊണ്ട് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. ഇതിന്റെ എന്താ പറയാ ഈ കോഴ്സിന്റെ പലതരത്തിലുള്ള സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് മനസ്സിലാക്കിയിട്ട് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും അല്ലെ. നമുക്കൊരു കോഴ്സ് കൂടി നമ്മളുടെ നോളജിന്റെ ഭാഗമാക്കാൻ ആഗ്രഹിച്ചിട്ട് ജോയിൻ ചെയ്തവരുണ്ടായിരിക്കും. ഓക്കെ. സോ എല്ലാവരും തന്നെ ഈ കോഴ്സിനെ കുറിച്ചിട്ട് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഇൻഫോർമേഷൻ ചിലപ്പോൾ എല്ലാവരിലും ഉണ്ടാകില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. സോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? വൈ ദിസ് കോഴ്സ് ഹാവ് ബിക്കം ഇത്രയും പോപ്പുലർ അല്ലെങ്കിൽ ഫേമസ് ആയി മാറിയത് എന്തുകൊണ്ട്? നമ്മളിപ്പോ കുറെ എന്താ പറയാ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കുറച്ച് ജോലി സാധ്യതകൾ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ പാർട്ടാകാനായിട്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കോഴ്സസ് ഒക്കെ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന ലിസ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനത്തെ ഒരുപാട് കോഴ്സസ് ഒക്കെ ഇത്രയും പോപ്പുലർ ആയിട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോഡിങ്, സ്ക്രൈബിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, PRO, അങ്ങനെയൊക്കെ. ഇതൊക്കെ പണ്ടത്തെ ഇത്രയും എന്താ പറയാ പോപ്പുലർ ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഡ്യൂ ടു മെനി റീസൺസ്, പല കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം കുറെ പുതിയ പുതിയ കോഴ്സസ് ആയിട്ട് വളരെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ട്, എന്നാൽ വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കോഴ്സായിട്ടൊക്കെ ഇത്രയും ഫാമിലി പോപ്പുലർ ആയി മാറിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ ആ ഒരു ഭാഗമൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാനും അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. റിഗാർഡിംഗ് ദ കോഴ്സ് ആണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വേറെയാണ്. അത് അടുത്ത സെഷനില് നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ഇവിടുത്തെ സർ തന്നെ നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. അത് ഞാൻ ആദ്യം പറഞ്ഞേക്കാം. December 3rd 10:30 ക്ലാസ് ആയിരിക്കും. ആ ഒരു ക്ലാസ് സർ നിങ്ങൾക്ക് തരാം. നമ്മുടെ സാറിന്റെ ക്ലാസ് ആ ഒരു രീതിയിലായിരിക്കും. 2 സെഷനാണ് ശരിക്കും ഇത്. സാറിനൊന്നും നല്ല സുഖമില്ലാത്തത് കൊണ്ട് ആ ക്ലാസ് നമ്മൾ December 3rd വെച്ചിരിക്കുകയാണ്. ദാറ്റ് മീൻസ് റിഗാർഡിംഗ് ദ സർട്ടിഫിക്കേഷൻ, ഫീസ്, മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ സാറായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ. നമ്മളിപ്പോ എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യവും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള ഒരു ആളായി മാറിയാൽ വാട്ട് ആർ അവർ എന്താ പറയാ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ഭയങ്കര അലേർട്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മെ തേടി ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. And if you have any doubts regarding my class, and I will give you a chance last 5 or 10 minutes. Okay. കാരണം അവിടെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ല. കാരണം ആ രീതിയിലാണ്. എനിക്ക് ഞാൻ എല്ലായ്പ്പോഴും പറയും,
ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അന്നേരം ചോദിക്കുക. അല്ലാണ്ട് നമ്മൾ ഇൻഡിവിജ്വലി ഞാനിപ്പോ ഓരോ കാര്യം പറയുമ്പോൾ അതിന്റെ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഷൻ ഇവിടെ എവിടെയും നിൽക്കാനും പോകുന്നില്ല, നമുക്കതൊന്ന് എൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഡൗട്ട്സ് തൊട്ട് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് വരാനും പറ്റില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ സംശയങ്ങളായിട്ടൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അങ്ങനെ ഒരു ഡൗട്ട് ക്ലിയറൻസിന്റെ ആവശ്യം ലാസ്റ്റ് സെഷൻ 5 മിനിറ്റ്സിന്റെ ആവശ്യം വരുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് എല്ലാ ക്ലാസ്സിലും, പക്ഷെ ലാസ്റ്റ് വരുമ്പോൾ ആർക്കും അങ്ങനെ സംശയമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, യെസ്. ആൻഡ് യു ആർ ഈഗർലി വെയിറ്റിംഗ്. എന്താണ് ഈ സംഭവം? ചില ആളുകളൊക്കെ ഇപ്പം നമ്മള് സോഷ്യൽ മീഡിയാസ് ഒക്കെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടും ഒരുപാട് പേരൊക്കെ ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. എന്താണ് ഇപ്പൊ നിങ്ങളെ വിളിച്ചു ആളുകള് ഇങ്ങനൊരു കോഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് പരിചയപ്പെടുത്തി, നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നിങ്ങളത് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളൊക്കെ നമ്മള് എന്താ പറയാ പല ഷോർട്സ് ആയിട്ട് കാണുന്നുണ്ട്, യൂട്യൂബുകളിൽ കാണുന്നുണ്ട്. നമ്മളെ ഇപ്പൊ നിങ്ങൾ നേരിട്ട് വിളിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ പല രീതിയിൽ നമ്മളിത് കേൾക്കുക ഒക്കെ ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യാൻ വന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ കുറിച്ചൊന്ന് സെർച്ച് ചെയ്തു. എന്താണ് ഈ സംഭവം, നമുക്ക് എന്താണ് ഈ ഒരു കോഴ്സ് ചെയ്താലുള്ള നേട്ടം എന്താണ് എന്നതിനെ കുറിച്ച് കുറെ പേരൊക്കെ സെർച്ച് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരിക്കും. ഒന്നും അറിയില്ലാത്തവരും അതൊന്നും സെർച്ച് ചെയ്ത് നോക്കാനുള്ള സാവകാശമോ ടൈമോ ഒന്നും മര്യാദയ്ക്ക് കിട്ടാത്തവരും ഈ ഒരു കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. സോ ബോത്ത് ഗ്രൂപ്പിനെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നത് തന്നെ കേട്ടാ. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? What do you mean by administration? First of all, നമുക്ക് എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു മാനേജ്മെന്റ് ആണ് അല്ലെ. അഡ്മിനിസ്റ്റർ ചെയ്യുക എന്ന് വെച്ചാൽ ടു കൺട്രോൾ ഈച്ച് ആൻഡ് എവറിത്തിങ് അല്ലെ. എല്ലാ കാര്യത്തെയും വളരെ നിയന്ത്രിച്ച് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. ഈ മാനേജ്മെന്റ് എന്തുകൊണ്ട് ആവശ്യം വരുന്നു? ദാറ്റ് മീൻസ് ഈ ഏത് ഒരു ഓർഗനൈസേഷൻ, ഏത് തരത്തിലുള്ള ഒരു ബിസിനസ് സംരംഭം നമ്മൾ എടുത്താലും നമ്മൾ എല്ലാം കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് നേരത്തെ കൂട്ടി പ്രീ പ്ലാനിങ് ഒക്കെ ചെയ്യും. പക്ഷേ പ്രാക്ടിക്കലായി വരുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചില പാളിച്ചകളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. സോ ഇഫ് ദർ ഈസ് നോ പ്രോപ്പർ മാനേജ്മെന്റ്, തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് എവിടെയെങ്കിലൊക്കെ പിടിച്ചു നിർത്തി മാനേജ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ പല മേഖലകളും എന്ത് ചെയ്യും, ഉഴപ്പാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ മാനേജ് ചെയ്യുന്നില്ലേ, നമ്മുടെ വീട് മാനേജ് ചെയ്യുന്നില്ലേ, അതുപോലെ ഒരു ഹോസ്പിറ്റലും മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ് നവഡേയ്സ് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ. കാരണം ഇന്ന് നമുക്കറിയാം പണ്ടത്തെ രീതിയല്ല എന്ന് പറയാൻ കാരണം പോപ്പുലേഷൻ ഇൻക്രിമെന്റ് ആണ്. അതായത് അല്ലെ ഭയങ്കര പോപ്പുലേഷൻ എന്ന് പറയുന്നതിന്റെ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറയുന്ന പോപ്പുലേഷൻ ഇൻക്രിമെന്റും ആൻഡ് ഓൾസോ ദ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ഇൻക്രീസിങ്. ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ ഒക്കെ എന്താ പറയാ ആവശ്യകതകൾ അതും ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സിന്റെ ആ ഒരു ഇതിലേക്ക് നയിച്ചത്. പല ആളുകളും അതിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യണം, ഡിറക്ട് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, സ്കെഡ്യൂൾ ചെയ്യണം. ഒത്തിരി കാര്യങ്ങളിൽ പോരായ്മകളൊക്കെ കണ്ടെത്തിയിട്ടായിരിക്കാം ഇങ്ങനെ ഒരു മാനേജ്മെന്റ് ഇറ്റ്സ് വെരി നെസസറി എന്നവർക്ക് മനസ്സിലായത്. സോ ഡ്യൂ ടു ദിസ് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ദ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഓൾസോ അറ്റ് ദ സെയിം ടൈം ഇൻക്രീസ്ഡ്. നമുക്കറിയാം അല്ലെ, അതായത് ഹെൽത്ത് കെയർ സിസ്റ്റം അധികം ആയിട്ട് ഇത്രയും പോപ്പുലർ ആകാനുള്ള സാധ്യത തന്നെ ഇന്ന് ഹോസ്പിറ്റൽസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും കേൾക്കുന്നത് പല ടൈപ്പ് ഓഫ് അസുഖങ്ങളാണ് അല്ലെ. നേരത്തെ നമ്മൾ പഴയതായിട്ട് കേട്ടിരുന്ന പല അസുഖങ്ങളൊന്നും ഇപ്പൊ കേൾക്കാൻ പോലുമില്ല. ഓരോ ദിവസം എന്തെങ്കിലും ഓരോ പുതിയ തരം അസുഖങ്ങള്, ഓരോ പുതിയ തരം പനികള്, പെട്ടെന്ന് ആളുകള് അവര് എന്താ പറയാ നമ്മുടെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന കേൾക്കുന്നത് അല്ലെ. ഒത്തിരി നമ്മൾ വിചാരിക്കും എന്ത് അസുഖമായിരുന്നു ആൾക്ക്. സോ നമുക്കറിയില്ല, നമ്മളിപ്പോ ഓടിച്ചാടിയത് നടക്കുന്നുണ്ടെങ്കിലും എപ്പോഴാണ് നമുക്കും നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് സംഭവിക്കുമെന്നും നമുക്കറിയില്ല. അപ്പൊ ഇത്രയും സാഹചര്യങ്ങളൊക്കെ ഇത്രയും വലുത് ഇങ്ങനെ നമ്മുടെ എന്താ പറയാ ഇക്കോണമിയിൽ, നമ്മുടെ ഇക്കോണമി ഒന്നല്ല ലോകത്തിൽ തന്നെ ഇഷ്ടംപോലെ അസുഖങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ഹെൽത്ത് ഓർഗനൈസേഷൻ ദാറ്റ് മീൻസ് ഹോസ്പിറ്റൽസ് പോലെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഒരിക്കലും താഴേക്ക് പോകില്ല. ഏറ്റവും നല്ല രീതിയിൽ വളരെ ചെയ്യുള്ളൂ. ബിക്കോസ് കൂടുതലും ഇതൊക്കെ ഇങ്ങനെ വരാൻ ഇത്തരം എന്താ പറയാ ഡിസീസസ് ഒക്കെ കൂടാനും ഒക്കെ കാരണത്തില് ഏറ്റവും കാര്യം എന്തായിരിക്കും, നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഓൾസോ ഹാവ് ചേഞ്ച്ഡ് എ ലോട്ട്. ദർ ഈസ് നോ എക്സസൈസ്
അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ തന്നെയാണ് കൂടുതലും. നമുക്കൊന്നിനും സമയമില്ല. ഇന്ന് മര്യാദയ്ക്ക് ഒരു ഇത്തിരി ഫുഡ് കഴിക്കാൻ, അത് നേരത്തിന് കഴിക്കാൻ നമുക്ക് സമയമില്ല. ഓക്കെ, മാത്രമല്ല ഫുഡിന് വേണ്ടി നമ്മൾ ഇനിയിപ്പോ ഇത് കെട്ടിപ്പറക്കി കൊണ്ടുപോകണ്ട, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അവിടെ കിട്ടുമല്ലോ, എന്തിനാ ഇത്രയും പാട് വെച്ച് രാവിലെ എഴുന്നേൽക്കുക, ഇതൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഫെസിലിറ്റി ഏതാണോ അതിനെ തെരഞ്ഞെടുക്കുക. മീൻസ് ഫാസ്റ്റ് ഫുഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ? ഒരാഴ്ചയിലൊക്കെ എത്ര തവണയാണ് കുട്ടികളൊക്കെ നമ്മളോട് അത് വാങ്ങിക്കുക ഇത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്ത് വാങ്ങിക്കുക എന്നൊക്കെ പറയാം. നമ്മുടെ വീട്ടില് ഈ പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയാലും അവർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് ഒരുപാട് രോഗങ്ങൾ ഇങ്ങനെ പെരുകാനും ഒക്കെ കാരണമായത്. അത്തരം രോഗങ്ങളുടെ ഇൻക്രിമെന്റ് തന്നെയാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നല്ല നല്ല പ്രൊഫഷണൽസിന്റെ ഡിമാൻഡും വർദ്ധിച്ചത്. സോ നല്ല പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, നഴ്സസ് ഒക്കെ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ബി മാനേജ്ഡ് പ്രോപ്പർലി. ഹോസ്പിറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഹെൽത്ത് കെയർ സിസ്റ്റം എന്ന് പറയുന്നതും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഏതൊക്കെ നമുക്കറിയാം, what all different types of departments are there in a hospital. ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളൊന്ന് നോക്കിയേ, നമ്മൾ സാധാരണ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ OP-യിൽ പോകുന്നു, അവിടെ ചിട്ട എഴുതുന്നു, അവിടെ പോയിട്ട് നമ്മുടെ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുത്ത് നമ്മൾ ചിട്ട എഴുതിപ്പിക്കുന്നു, അവിടെ പോയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് മരുന്നിന് വേണ്ടി ഫാർമസിയിൽ പോകുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മരുന്ന് വാങ്ങിച്ച് തിരിച്ചു പോകുന്നു അല്ലെ? സാധാരണ കുറച്ചുകൂടി എന്താ പറയാ, ഇൽനെസ് ഒക്കെ കൂടുന്നതിന്റെ സീരിയസ് ആയിട്ടുള്ള ഇൽനെസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ദിവസം ചിലപ്പോൾ അഡ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഇൻപേഷ്യന്റ് ആകുന്ന ഒരു കാര്യങ്ങളും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും വളരെ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമേ നമ്മൾ സമീപിക്കുന്നുള്ളൂ ഒരു ഹോസ്പിറ്റൽസിന്. പക്ഷേ ഇത് മാത്രമാണോ? ഒരു ഹോസ്പിറ്റലിനെ ഹോസ്പിറ്റലാക്കാനായിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. ആൻഡ് യു വിൽ സ്റ്റഡി ഓൾ ദാറ്റ് തിങ്സ് ഇൻ യുവർ കോഴ്സ്. ആ ഒരു കോഴ്സിൽ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ മൊത്തം ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. അപ്പൊ അത്രയും നമുക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ കുറച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ പേര് പറഞ്ഞ കാർഡിയോളജി, ഒഫ്താൽമോളജി അല്ലെ, ഓർത്തോപെഡിക്സ്, പിന്നെന്താ പീഡിയാട്രിക്സ്, അങ്ങനെ ഗൈനക്കോളജി. ഒരു ഹോസ്പിറ്റലിൽ എത്ര വിഭാഗങ്ങളാണ് ഫങ്ഷൻ ചെയ്യുന്നത്. If all these departments are not properly managed, what will happen? നമുക്കറിയാം, ഇതൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് ഒരു അടുക്കും ചിട്ടയായിട്ട് കൊണ്ടുപോകണം അല്ലെ? അങ്ങനെ വന്നപ്പോ അങ്ങനെ ഒരു എന്താ പറയാ വിഭാഗം, അങ്ങനെ അതിനെല്ലാം മാനേജ് ചെയ്യും. ഇപ്പൊ കാർഡിയോളജി വിഭാഗം, അവിടെയുള്ള ഡോക്ടേഴ്സ്, അവിടുത്തെ നഴ്സസ്, അതിന്റെ കാത്തലാബും മറ്റു കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നവര്, അവർ മാത്രം കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകട്ടെ എന്ന് പറയുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവരിൽ മാത്രം ഒതുക്കുന്നത്. പക്ഷെ ഇവരെയെല്ലാം വീണ്ടും മാനേജ് ചെയ്യണ്ടേ? ഇവിടെ എല്ലാം കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി സർവീസസ് whether they are providing to the patients അറിയണ്ടേ? അവർ കൊടുക്കുന്ന സേവനങ്ങൾ നല്ല രീതിയിലാണോ? ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റിനോട് ഹൗ ടു ബിഹേവ്, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പൊ ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും ഓവറോൾ ഒരു ഹോസ്പിറ്റൽ ആസ് എ ഹോൾ ഒരൊറ്റക്കെട്ടായിട്ട് എല്ലാത്തിനെയും കൂടി ചേർത്ത് നിർത്തി എല്ലാം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക. അതിന്റെ ഓപ്പറേഷൻസ്, ഹൗ ടു മാനേജ്, ഹൗ ടു സ്കെഡ്യൂൾ, ഹൗ ടു കോർഡിനേറ്റ് ഓൾ ദ ഫങ്ഷൻസ്, ഹൗ ടു ഡിറക്റ്റ്, ഇതെല്ലാം തന്നെ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതും. ആൻഡ് ഓൾസോ ടു ട്രാക്ക് ദ ഇഫക്ട്സ് ഓഫ് മെഡിക്കൽ സർവീസസ്, മെഡിക്കൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ ഇഫക്റ്റുകൾ എത്രത്തോളം ഉണ്ടെന്നൊക്കെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാം പെടും. അപ്പൊ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിൽ ഒതുങ്ങുന്നതല്ല നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നോട്ട് വെരി സിമ്പിൾ, ഇറ്റ്സ് എ കോംപ്ലക്സ് ഫങ്ഷൻ. തീർച്ചയായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അതും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതും പെർഫെക്റ്റ് ആയി ചെയ്യാൻ പറ്റിയ പ്രൊഫഷണൽസിനെയാണ് നീഡ്. ആർക്ക്? ഹോസ്പിറ്റൽസിന്, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, വെദർ ഇറ്റ് ഈസ് പബ്ലിക് ഹോസ്പിറ്റൽ, വെദർ ഇറ്റ് ഈസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെ, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അതുപോലെ ലാബിലൊക്കെ ഇതൊക്കെ പല പല വലിയ വലിയ ലാബുകളുണ്ട്. ഒരുപാട് ലാബ് ടെസ്റ്റുകളൊക്കെ നടത്തുന്ന ലാബിന് വേണ്ടി മാത്രമുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, ലബോറട്ടറീസ് ഉണ്ട്, ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ മാനേജ് ചെയ്യുക. മാനേജ്മെന്റ് മാത്രമാണോ? ഡിറക്ഷൻസ്, അവിടെ എന്തൊക്കെ വേണ്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുക, അവരെയൊക്കെ അതനുസരിച്ച് ഒരുക്കുക, കോർഡിനേറ്റ് ചെയ്യുക എല്ലാ ഫങ്ഷൻസിനെയും. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ട്രാക്ക്, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വെദർ ദേ ആർ പ്രൊവൈഡിങ് ഇഫക്റ്റീവ് മെഡിക്കൽ സർവീസസ്, വളരെ നല്ല രീതിയിലുള്ള ഇഫക്റ്റീവ് ആയ മെഡിക്കൽ സർവീസസ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇതൊരു
സിംഗിൾ ഡേ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല. ഡെയിലി ദേ ഹാവ് ടു മാനേജ് ഓൾ ദീസ് തിങ്സ്. എല്ലാ ദിവസവും അല്ല, ഇത് ഒരു സമയം ചെയ്തു അത് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന എല്ലാ ഓർഗനൈസേഷൻസിലും നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്ത് ഡിറക്ട് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് സ്കെഡ്യൂൾ ചെയ്ത് ട്രാക്ക് ചെയ്യുക അവരുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ആ ഒരു പ്രോസസ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് what do you know about hospital administration? As you know, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 6 months കോഴ്സ് ആണ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ജോയിൻ ചെയ്തിരിക്കുന്നത്. ചിലർ അതിന്റെ PG കൂടി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. whatever it may be, ഒരു 6 months കോഴ്സ് ആണ്. and you need a +2 level of education to join this course. അല്ലെ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ലെവൽ ആണ് എന്ന് നിങ്ങൾക്കറിയാം. and why this hospital administration? and they need, നമുക്കറിയാം എന്തുകൊണ്ട് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവറിത്തിങ് നീഡ് സ്കിൽഡ് പ്രൊഫഷണൽസ്. അവിടെ വേണ്ടത് അറിയാമോ? ആ ഒരു കാര്യങ്ങൾ മാത്രം പഠിച്ച് വളരെയധികം സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്, ഉദ്യോഗസ്ഥരെയാണ് അവിടെ ആവശ്യം. നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ, കോർഡിനേറ്റ് ചെയ്യാനൊക്കെ കഴിവുള്ള ആളുകളെ അങ്ങനെ കഴിവുള്ളവരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു നഴ്സിന്റേതായ ഡ്യൂട്ടീസ് മാത്രം പഠിക്കുന്നു. ആൾക്ക് ഒരു പേഷ്യന്റ് വരുമ്പോ ആ പേഷ്യന്റിനെ ഡോക്ടേഴ്സ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ട സർവീസസ് കൊടുക്കുന്നു. അത്രയും മാത്രം ചെയ്താൽ മതി. ഓൺലി ദേ ഹാവ് ദാറ്റ് മച്ച് റെസ്പോൺസിബിലിറ്റി ഓർ ഡ്യൂട്ടി. പക്ഷെ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകുമ്പോൾ അവരുടെ ഡ്യൂട്ടി ആ ഒരു ചെറിയ ഭാഗത്ത് ഒതുങ്ങുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ വി ഹാവ് ടു നോ what all departments are functioning in a hospital. അങ്ങനെയാകുമ്പോൾ ഈ ഒരു എന്താ പറയാ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് എടുത്ത് പഠിക്കുന്നത് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് നമ്മൾ അറിയണം, അല്ലെ, അവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് അറിയണം. ആൻഡ് അതൊക്കെ നമുക്ക് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിരുന്നു, നിങ്ങളൊക്കെ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ട് മാറും ഒരു ഡിപ്ലോമ തന്നെ എടുത്തു കഴിയുമ്പോൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇഫ് യു ആർ ഡൂയിങ് യുവർ PG ഓൾസോ യു ക്യാൻ ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ്. അതിനേക്കാൾ കുറച്ചുകൂടി ലെവൽ കൂടും. നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് പഠിക്കുമ്പോൾ +2 വെച്ചിട്ട് ഇത്ര വരെ പഠിച്ചില്ലേ ഇനി മതി നിർത്താം എന്ന്, അത് പണ്ടത്തെ ഐഡിയാസ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓരോ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് അറ്റാച്ച് ആയിട്ടുള്ള അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ എല്ലാവരും പോകുന്നുണ്ട്. കാരണം എന്താ, അതിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ അത് ചെയ്തേ മതിയാകുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള വെൽ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വളരെ അത്യാവശ്യമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെ ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും അതിന്റെ ആവശ്യകത ഇത്രത്തോളം വർദ്ധിച്ചത്. ഇനി what is its scope? എന്താണ് ഇതിന്റെ സ്കോപ്പ്? എന്താണ് ഇതിന്റെ ഒരു എന്താ പറയാ, നമ്മൾ ഇതിനെ കുറിച്ച് എന്താണ് നമ്മൾ വിലയിരുത്തേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്? That means എന്ത് സ്കോപ്പാണ്? ഒന്ന്, യു ക്യാൻ ആഡ് ഓൺ ടു യുവർ എഡ്യൂക്കേഷൻ. ഒരു കാര്യം കൂടി നമ്മളുടെ എഡ്യൂക്കേഷന്റെ ഭാഗമാക്കി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഒരു അഡീഷണൽ എഡ്യൂക്കേഷൻ ഓൾസോ യു ക്യാൻ അച്ചൈൻ. ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഏത് കോഴ്സ് പഠിക്കുമ്പോഴും അങ്ങനെ തന്നെ ഒരു പുതിയ കാര്യം കൂടി നമ്മൾക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കൂടെ നമ്മുടെ ക്വാളിഫിക്കേഷന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഭാഗമാകാൻ പറ്റും. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ ഇന്ന് നഴ്സിംഗ് പഠിച്ചാൽ പോരെയെന്ന്. നഴ്സിംഗ് എന്ന് പഠിക്കണമെങ്കിൽ നമുക്കറിയാം സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കണം. ആൻഡ് വി ആർ ഓൾ നോട്ട് കേപ്പബിൾ ഓഫ് ഗെറ്റിംഗ് സച്ച് ഗ്രൂപ്പ്. അതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പ് കിട്ടണമെന്ന് ഇപ്പൊ നമുക്ക് പറ്റില്ല, അല്ലെ? നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ മാർക്കുകളും മറ്റു കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിന്റെയൊക്കെ ആ ഒരു എന്താ പറയാ വാല്യൂ അല്ലെങ്കിൽ വെയിറ്റേജ് നോക്കിയിട്ടാണ് നമുക്ക് ഓരോ കോഴ്സുകൾ നമുക്ക് കിട്ടുക. ഇപ്പൊ +2 സയൻസ് എടുത്തവരുണ്ടാകാം, ഹ്യൂമാനിറ്റീസ് എടുത്തവരുണ്ടായിരിക്കാം, കൊമേഴ്സ് എടുത്തവരുണ്ടായിരിക്കാം, അല്ലെ? അപ്പൊ ഈ പറയുന്ന സയൻസുകാർക്ക് again easily enter into this healthcare systemത്തിന്റെ ഭാഗമാകാൻ സയൻസ് എടുത്തവരാണെങ്കിൽ പറ്റും, അല്ലെ? അവർക്ക് നഴ്സിംഗിന് പോകാം, അല്ലെങ്കിൽ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് കേട്ടോ. അനസ്തേഷ്യ മാത്രം എടുക്കാം പഠിക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് കാർഡിയോളജിയുടെ മാത്രം ടെക്നീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പഠിക്കാം. ഒരുപാടുണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് എടുത്തെങ്കിൽ അടുത്ത കാലെടുത്ത് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് നമ്മൾ നഴ്സിംഗിലേക്കാം. പക്ഷെ ഇന്ന് സ്റ്റുഡൻസ് കുട്ടികൾക്ക് അവർക്ക് ഭയങ്കര അറിവാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച്. എല്ലാവരും ഈ നഴ്സിംഗിനല്ലേ പോണേ. അപ്പൊ നഴ്സിംഗ് വേണ്ട, ഷുഡ് ബി തിങ്ക് ഓഫ് എനി അതർ തിങ്, അല്ലെ? മറ്റെന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് എന്തുകൊണ്ട് നമുക്ക് ചിന്തിച്ചുകൂടാ? ഇഷ്ടംപോലെ കുട്ടികൾക്ക് തന്നെ അറിയാം
നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. പണ്ടൊക്കെയാണ് നമ്മളോട് ഇങ്ങനെ കാരണന്മാര് പറയും അല്ലെ, പാരന്റ്സ് പറയും ഇത് കഴിഞ്ഞിട്ട് നിനക്ക് അടുത്തത് ഇതാണ് കേട്ടോ, അവർ വരച്ചെടുത്ത് ഒരു വര, ആ വരയെ കൂടി അടുത്തടുത്ത സ്റ്റെപ്പ് ചാടിച്ചാടി പോകുക എന്നുള്ളതാണ്. ഇന്ന് അവരോട് അതൊന്ന് പറഞ്ഞു, ഇല്ല എനിക്കത് പറ്റില്ല, ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്, ഐ നോ വാട്ട് ടു ഡു, എനിക്കറിയാം, അവർ തന്നെ പറയും. അപ്പൊ നമ്മളത് പറ്റുമോ ഇല്ലേ എന്നൊക്കെ നോക്കി മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരുടെ ഇഷ്ടത്തിന് നമ്മളത് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് വേണ്ട എഡ്യൂക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ നമ്മൾ എത്രയും വലുതായാലും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അറിവുകൾ നേടിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ 2 നേട്ടമുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ഒന്നും നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും, ആൻഡ് ഓൾസോ യു ക്യാൻ ബിക്കം എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങളുടെ ഒക്കെ ഭാഗമാകാൻ പറ്റുമെന്നുള്ളതും, അതുപോലെ തന്നെ നമുക്കൊരു പുതിയ രീതിയിലുള്ള അറിവ് നമ്മുടെ എഡ്യൂക്കേഷനോടൊപ്പം ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇതിന്റെ ഒരു സ്കോപ്പാണ്, ഇതിന്റെ ഒരു നേട്ടമാണ് എന്നുള്ളതുമാണ്. ഓക്കെ, ആൻഡ് ഇതിന്റെ എയിം എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് ദ ഹോസ്പിറ്റൽസ് ആർ പ്രൊവൈഡിംഗ് ഓർ ഫെസിലിറ്റേറ്റിംഗ് quality services to its patients and also by adopting cost-effective way. അതായത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നതുകൊണ്ട് അത് ലക്ഷ്യമാക്കുന്നത് രണ്ട് കാര്യമാണ്. ഒന്ന്, ടു ഫെസിലിറ്റേറ്റ് ക്വാളിറ്റി സർവീസസ് ടു ഇറ്റ്സ് പേഷ്യൻസ്, അതിൽ വരുന്ന അല്ലെങ്കിൽ അവരെ സമീപിക്കുന്ന രോഗികളെ, പേഷ്യൻസിനെ നല്ല രീതിയിലുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാം. നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണമാണ് കൊടുക്കേണ്ടത്. എന്തെങ്കിലും ചികിത്സിച്ച് കൊടുത്തിട്ട് കാര്യമില്ല. ഇനിയും നമുക്കറിയാം ഒരു അഡ്വർടൈസ്മെന്റ് കൂടിയാണ്, മൗത്ത് അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. നമ്മൾ വാഗോണ്ട് 10 ആളോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ വളരെ കെയറിംഗ് ആണ്, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, നഴ്സ് ആയിക്കോട്ടെ അല്ലെ, നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്ക് വളരെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ഫീലിംഗ് ആണ്. മാത്രമല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അല്ലെ, നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് അവരോട്, അല്ലെങ്കിൽ ചിലർക്ക് നമുക്ക് പോകാൻ പേടിയാണ്, ചിലർക്ക് നമുക്ക് പോകാൻ ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുക, മൊത്തത്തിൽ അവരെ കംഫർട്ടബിൾ ആക്കുക എന്നുള്ളതാണ്. രോഗി നമുക്കറിയാം ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ വന്നാൽ നമ്മള് ഭയങ്കര ടെൻഷനാണ്, എന്താണാവോ പറ്റുക, എന്താണാവോ ഉണ്ടാകുക എന്നുള്ള ടെൻഷൻ ഉണ്ട്. അപ്പൊ അവരെ അതിൽ നിന്നൊക്കെ താഴ്ത്തി അവരെ റിലാക്സ് ചെയ്യിപ്പിച്ച് അവരെ കംഫർട്ടബിൾ ആക്കി വിടുക, ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബൈ കോസ്റ്റ് ഇഫക്റ്റീവ് വേ ആയിരിക്കണം. എങ്ങനെ? വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും അവരെ പിഴിഞ്ഞെടുക്കാതെ എന്ത് ചെയ്യണം, വളരെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിലായിരിക്കണം അവർക്ക് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു അസുഖവുമായിട്ട് വന്നു, ഇന്ന കാര്യം ചെയ്യാനുണ്ട് നിങ്ങൾക്ക്, അപ്പൊ അതുകൊണ്ട് ഇത്രയും രൂപയൊക്കെ ചെലവാകും എന്ന് പറഞ്ഞാൽ ആളെ ഇങ്ങോട്ട് നടന്നു വന്ന ആളെ വേറെ അങ്ങോട്ട് കിടത്തിക്കൊണ്ടു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ പോകരുത്. അതാണ് ഭയങ്കര കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിലുമായിരിക്കണം അത്തരം ട്രീറ്റ്മെന്റുകൾ, ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ മറ്റൊരു എയിം എന്ന് പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ഓക്കെ, ഇനി ഹൂ ഈസ് എ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? ആരാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്? ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പേഴ്സൺ ഓർ ആൻ ഇൻഡിവിജ്വൽ. ഒരൊറ്റ വ്യക്തി ആയിരിക്കാൻ സാധ്യതകൾ കുറവാണ്. അല്ലെങ്കിൽ ഒരൊറ്റ വ്യക്തിയെ കൊണ്ട്, നമ്മൾ പറഞ്ഞല്ലോ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസ് whatever are there in the hospital, ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നോ അതെല്ലാം തന്നെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്തു പോകുക എന്നുള്ളത് ഒറ്റ വ്യക്തിയിൽ നമുക്ക് പറ്റില്ല. സോ ദേ ആർ ദ പ്രൊഫഷണൽ, സ്കിൽഡ് പ്രൊഫഷണൽസ് ആണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിരിക്കണം അവരെന്ന് പറയുന്നത്. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഹ്യൂമൻ റിസോഴ്സസിനെ, ദാറ്റ് മീൻസ് ദ എംപ്ലോയീസ്, ദാറ്റ് മീൻസ് ദ മാൻ പവർ. ഒരു ഹോസ്പിറ്റലിൽ എന്തുമാത്രം ആളുകളെ ജോലി ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമല്ലേ അല്ലെ? ഹോസ്പിറ്റൽസിന്റെ ഭാഗമാകാൻ കൂടുതലും ആളുകൾ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് ദേ നീഡ് മോർ എംപ്ലോയീസ്. പല പല ഭാഗങ്ങളിലായിട്ട് കുറെ ജോലിക്കാർ ആവശ്യമുണ്ട്. നഴ്സസ്, ഡോക്ടേഴ്സ്, ക്ലീനിങ് സെഷനില് അല്ലെ, CSSD നമ്മുടെ ഈ സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യുന്ന അവിടെ, പിന്നെ എന്താ പറയാ ക്യാൻറ്റീൻ സർവീസസ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിന്റെ ഫംഗ്ഷന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പല ഡിപ്പാർട്ട്മെന്റുകൾ അത് വേറെയുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഹോസ്പിറ്റലില് ഐ തിങ്ക് മോർ ദാൻ 500 ഒക്കെ എംപ്ലോയീസ് തന്നെ മാത്രമുള്ള ഒരു ആവറേജ് ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ഒരു 500 കൂടുതൽ എംപ്ലോയീസ് തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഇവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സുകളെ, അതായത് അവരെയും മാനേജ് ചെയ്യണം. ഹോസ്പിറ്റൽസിലെ ഡിപ്പാർട്ട്മെന്റുകളെ മാത്രം മാനേജ് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഓക്കെ ആണോ, നീറ്റ് ആൻഡ് ക്ലീൻ ആണോ, അവരുടെ മെഷീൻസ് ഒക്കെ കൃത്യമാണോ, അത് മാത്രം നോക്കിയാൽ പോരാ. അവിടെ ആരൊക്കെയാണ് അവിടുത്തെ എംപ്ലോയീസ്, അവരെയും നമ്മൾ മാനേജ് ചെയ്യണം. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ടേം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ എംപ്ലോയീസ് ആസ് എ ടോട്ടൽ. മൊത്തത്തിലുള്ള ജോലിക്കാരെയാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്.
ഹ്യൂമൻ റിസോഴ്സസിന്റെ അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ്, ഹോസ്പിറ്റൽസിന്റെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ആസ്പെക്ടുകൾ, all these things are to be planned, directed and also coordinated by a group of individuals or by a group of workforce. ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്ത് ഡയറക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, അവിടുത്തെ ലോ ആൻഡ് ഓർഡേഴ്സ്, നമുക്കറിയാം ഹോസ്പിറ്റൽസ് ആകുമ്പോൾ they have their laws, rules, procedures, അവരുടേതായ നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെ ഫൈനാൻഷ്യൽ ആസ്പെക്ടുകൾ, ഇതെല്ലാം തന്നെ മാനേജ് ചെയ്ത് ഡയറക്ട് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ചേർന്ന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക് ഫോഴ്സ് ഉണ്ട്. ഈ വർക്ക് ഫോഴ്സിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് വിളിക്കാം. ആൻഡ് ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്. അവരെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കാം ഏതിൽ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനും. അപ്പൊ അങ്ങനെയായി തീരണം നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും. മനസ്സിലായോ? ഇനി what is the qualification? ഓൾറെഡി നമ്മൾ ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു. +2 ലെവലാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടെങ്കിലും ഒക്കെ കുഴപ്പമില്ല. +2 ആണ് ബേസിക് ആയിട്ട് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ ടു ഹാവ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് +2 ആണ്. പിന്നെ അതിനോടൊപ്പം നിങ്ങൾക്ക് അതിന്റെ PG ഒക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ഇഫ് യു ആർ ഹാവിംഗ് എ +2 ക്വാളിഫിക്കേഷൻ ആൻഡ് യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു കോഴ്സ് പഠിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ it is your best choice or better or best choice. നല്ലൊരു സാധ്യതയാണ് that you can become the part of hospitals. നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗമാകാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ച വ്യക്തിക്ക്, ഒരു എന്താ പറയാ കൊമേഴ്സ് എടുത്ത് പഠിച്ച വ്യക്തിക്ക് ഹോസ്പിറ്റൽസിൽ രോഗം വന്നാൽ പോകാനേ പറ്റുമായിരുന്നുള്ളൂ ഒരു പരിധി വരെ. ഇപ്പൊ അങ്ങനെയല്ല. They can also become a part of hospitals or health care organizations. എങ്ങനെ? ഇങ്ങനെയുള്ള കോഴ്സുകളുള്ളതുകൊണ്ട് ഇപ്പൊ നമ്മൾ കൊമേഴ്സ് എടുത്തു പഠിച്ചു, പിന്നെ ഇനി അത് കഴിഞ്ഞിട്ട് BCom കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇനിയും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ചോദിച്ചിട്ടായിട്ട് ഇനിയിപ്പോ എന്താ ചെയ്യുക അല്ലെ? കാരണം പിള്ളേരൊക്കെ മടുത്ത്, എന്താണെന്നറിയോ, ഈ പറയുന്ന പോലെ ഡിഗ്രികളൊക്കെ സമ്പാദിച്ചു ആൻഡ് PSC ലെവലിലും ആയിക്കോട്ടെ പരീക്ഷയൊക്കെ എഴുതി കുറെ പേര് അങ്ങനെയും മടുത്തു. എന്താ ചെയ്യേണ്ടേ ഇനി? ജോലിക്കൊക്കെ ഒരു മാർഗമൊന്നുമില്ല. അപ്പൊ പിന്നെ എന്താണ്, ഇപ്പൊ ഇങ്ങനെയുള്ള സാധ്യതകളൊക്കെ അവർക്ക് ഉള്ളത് കൊണ്ട്, മാത്രമല്ല ഡ്യൂറേഷൻ വളരെ കുറവാണ്. ആ ഡ്യൂറേഷനിൽ നമുക്കൊരു സർട്ടിഫിക്കേഷൻ നമുക്ക് കൈക്കലാക്കാം. ആൻഡ് ഓൾസോ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു ഭാഗമാകാം. എവിടെയെങ്കിലും ഒരു HR ആയിട്ടോ ഹ്യൂമൻ റിസോഴ്സ് പഠിച്ചിട്ടാകും, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടോ ഒക്കെ ജോലി ചെയ്യാൻ ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊമേഴ്സ് എടുത്തവർക്കോ ഹ്യൂമാനിറ്റീസ് എടുത്തവർക്കോ ഏത് കോഴ്സ് പഠിച്ചവർക്കും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. +2 എന്ന് പറയുന്നത് മാത്രമേ ഇവിടെ ഒരു മാനദണ്ഡമായിട്ടുള്ളൂ. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഭാഗമാകാൻ പറ്റുമെന്നുള്ളതാണ് എന്തിന്റെ പ്രത്യേകത, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ? എന്താണ് നമ്മുടെ റോളിനി? നമ്മൾ ഇതൊക്കെ പഠിച്ചു, നമ്മൾ ആരായി മാറും? യു വിൽ ബിക്കം എ പ്രൊഫഷണൽ അല്ലെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫഷണൽ ആയിട്ട് മാറി കഴിഞ്ഞാൽ നമ്മളുടെ റോൾ എന്താണ്? We have to ensure the smooth functioning of various departments and manage the hospital as a whole. അതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾക്ക് നമ്മുടെ റോൾ അതായിരിക്കണം. ഏതായിരിക്കണം? ഒരു ഹോസ്പിറ്റലിന്റെ സ്മൂത്ത് ഫങ്ഷനിങ് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം വേണ്ടത്. അതായത് എവിടെയും യാതൊരു തരത്തിലുള്ള ഡിലേ, ലാഗ് വരാതെ എല്ലായിടത്തും കൃത്യമായി എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നു. ഏതെങ്കിലും ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല, അതില്ലാതെ നമുക്ക് അടുത്ത ബാക്കി ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടുത്തെ കാത്ത് ലാബിൽ ഏതെങ്കിലും മെഷീൻസ് ഫങ്ഷൻ ചെയ്യുന്നില്ല. സോ അത് എത്രയും പെട്ടെന്ന് അത് എന്താ പറയാ മാനേജ് ചെയ്ത് അതിന്റെ ആ ഒരു കാര്യം എന്താണോ അവിടെ വന്നിരിക്കുന്ന മെയിൻ്റനൻസ് എന്താണോ അത് വേഗം തന്നെ ക്ലിയർ ചെയ്ത് വരണം അല്ലെ? അപ്പൊ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പെട്ടെന്ന് ആളുകൾ കറക്റ്റ് ആയിട്ട് സജ്ജമാക്കണം. അതിന് നമ്മുടെ ഈ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഉണ്ട്. ആള് അത് വേഗം തന്നെ ആരെയാണോ കോൺടാക്ട് ചെയ്യേണ്ടത്? മെയിൻ്റനൻസ് വർക്കുകാരെ, മെയിൻ്റനൻസ് ആരെ സമീപിക്കണം? മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഹോസ്പിറ്റൽസിലുണ്ട്. അപ്പൊ ആ മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് നടത്തുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒട്ടും തന്നെ ലാഗ് വരുത്താതെ എല്ലാം പ്രോപ്പറായിട്ട് സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ മാനേജ് ദ ഹോസ്പിറ്റൽ ആസ് എ ഹോൾ. ഇതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആളുടെ റോൾ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ. അപ്പൊ ചില്ലറ കാര്യമല്ല. ഇപ്പൊ കാർഡിയോളജിയിൽ അവർ മാത്രം അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. മറ്റു ഡിപ്പാർട്ട്മെന്റുകാർ അവരവരുടെ ആ ഒരു ചുറ്റുവട്ടത്തുള്ള ആ ഒരു ഇത്രയും വളരെ ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ ഏരിയ മാത്രം അവർക്ക് കൈകാര്യം ചെയ്താൽ മതി, ഹാൻഡിൽ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യം അത്ര ചെറുതല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലെ പറയുന്നതൊക്കെ?
മനസ്സിലാകുന്നില്ല എല്ലാവർക്കും? രാവിലെ തന്നെ ഞാൻ മാത്രം ഇരുന്ന് സംസാരിക്കുന്നു, നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മളപ്പോ എന്താ പറയാ വളരെ എനർജറ്റിക് ആയിട്ട് നമ്മളെപ്പോഴും ചാടി ഓടി നടക്കാൻ എന്താ പറയാ തയ്യാറായിട്ടിരിക്കണം അല്ലെ? എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മളുടെ എനർജി, നമ്മുടെ സ്മാർട്ട്നെസ്, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ എന്ത് വർക്ക് ചെയ്യുമ്പോഴും അതൊരു പോസിറ്റീവ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിത് വളരെ ഇഷ്ടത്തോടെ ചെയ്യുക, ഇഷ്ടത്തോടെ സ്മാർട്ട്നെസ് ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് എവറിത്തിങ് വിൽ ബി ഓക്കെ ആൻഡ് എവറിത്തിങ് വിൽ ബി പോസിറ്റീവ്, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും എല്ലാം തന്നെ. അവിടെ യാതൊരു തരത്തിലുള്ള മറ്റു കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമ്മളൊരു കോഴ്സ് ചെയ്യുമ്പോ ഇനി ഇതിന് പഠിച്ച് കഴിഞ്ഞ് കഴിയുമ്പോ ഇനി ജോലി കിട്ടുമെന്നാവോ, ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട് അല്ലെ? നമ്മളിപ്പോ ഈ കോഴ്സ് നടത്തി നിങ്ങൾ ഐ തിങ്ക് യു ആർ ദ 12th batch, ഞങ്ങളുടേത് 12ാമത്തെ ബാച്ച് ആണ് നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ്. നിങ്ങൾ ഏറ്റവും കുറവ് സ്ട്രെങ്ത് ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. ബിക്കോസ് ഇതിനു മുമ്പ് 1000 സ്റ്റുഡൻസ് ജോയിൻ ചെയ്ത ഗ്രൂപ്പ് ഉണ്ട്, 500, 800 ജോയിൻ ചെയ്ത ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ അറ്റ് ടൈം നമ്മളൊരു ക്ലാസ് തുടങ്ങുമ്പോൾ ഏകദേശം ഒരു 500 above സ്റ്റുഡൻസ് വരുമ്പോഴേക്കും നമ്മളത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഞങ്ങൾ ആ ഒരു ലൊക്കാലിറ്റി മുഴുവൻ നമുക്ക് ഒരുപാട് നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കുട്ടികളായിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഇന്നിപ്പോ 182 സ്റ്റുഡൻസ് ആണ്, അല്ല 81 ഉണ്ടാവുള്ളൂ, ഒരെണ്ണം ഞാനാണ്. 181 സ്റ്റുഡൻസ് ഇപ്പൊ ഇത് ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വളരെ ഈഗറായിട്ട് ഈ ഒരു കാര്യം വരുന്നതായിരിക്കും. നമ്മൾ എന്തെങ്കിലും രീതിയിൽ ചീറ്റ് ചെയ്യപ്പെടോ എന്നൊക്കെ സംശയം ഉണ്ടായിരിക്കും. ഒന്നും പേടിക്കണ്ട, ഇതെല്ലാം നമ്മൾ ഇത്രയും ബാച്ചസ് നമ്മുടെ ഇവിടെ കഴിഞ്ഞു. അത് നമ്മൾ ഉറപ്പ് തരുന്നു. ആൻഡ് ഓൾസോ യുവർ ക്ലാസ്സസ് വിൽ ബി ഓൾസോ വെരി വെരി ഗുഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക്. ഇപ്പൊ ചില ആളുകൾക്ക് ചിലപ്പോ ചില രീതിയിലുള്ളത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ നമ്മളോട് പറയും, എന്നോട് പറയും. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോഴായിരിക്കും, ചിലപ്പോ എപ്പോഴും കാണുമായിരിക്കും, പറയാൻ പറ്റില്ല. എങ്ങനെയാണോ അപ്പൊ കാണുമ്പോൾ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, ക്ലാസ്സുകൾ എടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടോ, എന്തിനെ സംബന്ധിച്ചതായാലും യു ക്യാൻ ബി ഓപ്പൺ ടു മീ. എന്നോട് നിങ്ങൾക്ക് എന്തും ഓപ്പൺ ആയിട്ട് പറയാം എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓക്കെ, അപ്പൊ നമ്മളത് ചില്ലറ ഉത്തരവാദിത്തമല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് എടുത്ത് അതൊക്കെ അങ്ങോട്ട് പഠിക്കുക, ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ആ ഒരു എഡ്യൂക്കേഷന്റെ ഒപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു നല്ലൊരു ക്വാളിഫിക്കേഷൻ ആണെന്ന് വിചാരിച്ച് നമ്മൾ അതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യാം. ആൻഡ് ഓൾസോ വെനെവർ യു ഗെറ്റ് ചാൻസ്, നിങ്ങൾക്ക് കിട്ടുന്ന സാധ്യതകൾ എവിടെയുണ്ടോ, നമുക്ക് വേണ്ടിയിട്ട് സാധ്യത ഇങ്ങോട്ട് വരില്ല. ഓക്കെ, നമ്മൾ അത് തേടി തന്നെ പോകണം, നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമുക്ക് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ നമ്മളെ തേടി വരൽ ഇന്നത്തെ കാലഘട്ടത്തിൽ കുറവാണ്. പണ്ടൊക്കെ ചിലപ്പോൾ ജോലിക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്, പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പുറത്തുണ്ട് അല്ലെ? ഇന്നും ഒത്തിരി എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നു. ഒരുപാട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും. ഇത്രയും ക്വാളിഫിക്കേഷൻസോ എന്ന് നമ്മൾ കേട്ടാൻ ഞെട്ടിപ്പോകുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകുമായിരിക്കാം. എന്നിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടിയില്ല. ആളുകളുടെ ചോദ്യം അതാണ് അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ച കോഴ്സിന് ഈക്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ജോലി എന്നിലേക്ക് തേടി വരട്ടെ, ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാം, PSC തന്നെ മാത്രം ഞാൻ ചെയ്തു, അതും നല്ലതാണ്. പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നേടിയെടുത്ത അറിവ് ഉപയോഗിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരിടം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. സോ യു ഹാവ് ടു സെർച്ച് ഫോർ ഇറ്റ്. തീർച്ചയായിട്ടും നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അത് കറക്റ്റ് ആയിട്ട് നിങ്ങളിലേക്ക് വരേണ്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരും. അത് നമ്മളുടെ ഈഗർനെസ്, നമുക്കത് നേടിയെടുക്കണം എന്നുള്ള നമ്മുടെ ഒരു താല്പര്യം ഒരു ഉള്ളിൽ വരില്ലേ, അത് എത്രത്തോളം എന്താ പറയാ കൂടുതലാണോ അത്രത്തോളം എളുപ്പത്തിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും താഴേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ എപ്പോഴും അതിനു വേണ്ടി എയിം ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി വാട്ട് ആർ യുവർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്? നമ്മൾ വിചാരിക്കും ഹോസ്പിറ്റൽസിൽ മാത്രമല്ലേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്നല്ലേ അതിന്റെ പേര്. സോ ഹോസ്പിറ്റൽസിൽ മാത്രമാണോ ഈ പറയുന്ന ജോലി നമുക്ക് കിട്ടുക എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് ഇൻസൈഡ് ഇന്ത്യ ഔട്ട്സൈഡ് അബ്രോഡിലൊക്കെ ഒരുപാട് ചാൻസസ് ഉള്ള കാര്യങ്ങളുണ്ട്.
ഒരുപാട് പേര് കെയർ ടേക്കേഴ്സ് ആയിട്ടൊക്കെ വിദേശത്ത് പോയി ജോലി ചെയ്തവരുണ്ട്. ഇപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ വലിയ നഴ്സിംഗ് ഹോംസ് ഒക്കെ ഉണ്ട്. അതായത് ഒരുപാട് എന്താ പറയാ ഫിനാൻഷ്യലി ഒക്കെ വളരെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ അവരുടെ പാരന്റ്സിന്റെ ഒക്കെ ജോലി എന്താ പറയാ നോക്കാനൊക്കെ ആളില്ലാത്തത് കൊണ്ടൊക്കെ ഇങ്ങനെ നഴ്സിംഗ് ഹോംസിലാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവിടെ അവരെ നോക്കാനായിട്ട് അപ്പൊ അതുപോലെ ഒരു ഹോസ്പിറ്റൽസ് പോലെയൊക്കെ തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് വിത്ത് ഓൾ ഫെസിലിറ്റീസ്. എല്ലാ എക്യുപ്മെന്റും എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവരെ കൊണ്ടുപോയിട്ട് ആക്കിയിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് അവരെ കൊണ്ട് നമ്മൾ പറയില്ലേ അവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് നോക്കാൻ പറ്റാനായിട്ട് തള്ളിയിട്ടിരിക്കുന്ന അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങളിൽ ബിസി ആകുമ്പോൾ അവരെ നോക്കാനും അവർക്ക് വേണ്ട സമയത്ത് മരുന്നും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റാത്ത കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഇങ്ങനെയുള്ള നഴ്സിംഗ് ഹോംസിലാണ് അവരവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുക. അപ്പൊ അവിടെ എന്താ പറയാ ഇതുപോലെയുള്ള ആളുകളെ ആവശ്യമുണ്ട്. അപ്പൊ ഒത്തിരി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി നമുക്ക് സാധ്യതകൾ ഒരുപാട് ഉള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വരെ ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് എന്താ പറയാ അഡ്മിനിസ്ട്രേറ്ററിന്റെ ആവശ്യകതയുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പ്രൈവറ്റ് നഴ്സിംഗ് ഹോംസ്, ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ജോലി കിട്ടിയതായിട്ട് നമ്മളെ അറിയിക്കുന്നുണ്ട്. ട്രൈ ചെയ്തു. അതായത് ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോ ചില ആളുകൾ പോയിട്ട് അന്വേഷിച്ചു അവർക്ക് ജോലി കൊടുക്കാമെന്നും എന്താ പറയാ അവർക്ക് എന്താ പറയാ ഉറപ്പ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്ക് വോയിസ് മെസ്സേജസ് അവര് നമുക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോലെ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളവര് ജോലി കിട്ടിയവരും ഉണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ വിചാരിക്കരുത് നമ്മള് പഠിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ജോലി തരുമോ, ഇതൊക്കെ ഉള്ളതാണോ ദൈവമേ എന്നൊക്കെ വിചാരിച്ച് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ആളുകളായിരിക്കും കൂടുതൽ നമ്മളിലുണ്ടാകുക. അപ്പൊ അതൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ഈ പറയുന്ന മേഖലകളിലൊക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്, ഗവൺമെന്റ് ഹെൽത്ത് സർവീസസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസ്, മെഡിക്കൽ ഹെൽത്ത് ഫെസിലിറ്റീസ്, international health care organizations, rehabilitation centers and also private nursing homes. ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സമീപിച്ച് നമ്മളുടെ ID, നമ്മളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്തി ഈ പറയുന്ന ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഒക്കെ ഓർഗനൈസേഷന്റെ ഒക്കെ ഒരു ഭാഗമാകാൻ തീരും അല്ലെങ്കിൽ ഭാഗമാകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത. നമുക്കറിയാം ഇതിന്റെ സാലറി ലെവൽ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ ബിറ്റ്വീൻ 10,000 to 20,000 ആണ് ഒരു ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്ക് കിട്ടുന്ന ഒരു സാലറി ഒരു റേഞ്ച് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത് 30,000 to 40,000, ബിറ്റ്വീൻ 30,000 to 40,000 പെർ മന്ത് ആണ് ഗവൺമെന്റ് സർവീസിലാണെങ്കിൽ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് കുറച്ച് നാളൊക്കെ നമുക്ക് അതിന്റെ ഒരു ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഒക്കെ നേടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ അപ്ലൈ ഫോർ ഗവൺമെന്റ് സർവീസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു സാലറി റേഞ്ചും നമുക്ക് ഈ ഒരു ചെറിയ ചുരുങ്ങിയ ഡ്യൂറേഷനിലുള്ള ഒരു കോഴ്സ് കൊണ്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ കോഴ്സിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി ആ കോഴ്സ് നമ്മൾ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. എല്ലാവർക്കും തന്നെ അവരവരുടെ നമ്മളുടെ തന്നെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ വളരെ അത്യാവശ്യമുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ്. ഈ എന്താ പറയാ പണ്ടൊക്കെ ആണെങ്കിൽ ഇതെല്ലാം അവരവരുടെ ഡിപ്പാർട്ട്മെന്റ് അവരവർ മാനേജ് ചെയ്തോ എന്നുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇന്നല്ല, ഇന്ന് എല്ലായിടത്തും ഈ പറയുന്നതിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാൻ ഒരാൾ വേണം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വർക്ക് ഫോഴ്സ് നിർബന്ധമായിട്ട് വേണം. എല്ലാവരെയും മാനേജ് ചെയ്യുക എന്നുള്ളത്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും കണ്ണും കാലും കൈയും ഒക്കെ എത്തണം എന്നുള്ളത് വളരെ എന്താ പറയാ വളരെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്, നെസസറി ആയിട്ട് മാറിയിരിക്കുന്നു ഇന്നത്. ബിക്കോസ് അത് കാരണങ്ങളുണ്ട് പലരീതിയിൽ. ഇപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലൊക്കെ അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഒക്കെ ആകെ എന്താ പറയാ എന്തെങ്കിലും രീതിയിൽ മാനേജ്മെന്റിലൊക്കെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉഴക്കുന്നവരാണ് എംപ്ലോയീസ്. ഓക്കെ, നമുക്കറിയാം ഇന്ന് അവർക്ക്
എപ്പോഴും എല്ലാവരും ഭയങ്കര എന്താ പറയാ ബിസിയാണ് അവരവരുടെ കാര്യങ്ങളിലേക്കും മറ്റേതെങ്കിലും രീതിയിൽ. അപ്പൊ ഉഴപ്പാനും അതുപോലെ തന്നെ സാധ്യതകളൊക്കെ കൂടുതലുണ്ട്. അപ്പൊ ജോലിയെ കുറിച്ചും ജോലിയുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ചിലപ്പോ ഒക്കെ മറന്നു പോകും. പെട്ടെന്ന് ഒരു കടത്ത് കഴിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജോലി വേഗം തീർക്കുക എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ അത് ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ പറ്റില്ല. ബിക്കോസ് നമ്മുടെ മുന്നിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തില് ഡോക്ടേഴ്സ്, നഴ്സസ്, ദേ ഹാവ് ടു കൺസിഡർ അവരുടെ മുന്നിലിരിക്കുന്ന പേഷ്യൻസ് അവരുടേത് സ്വന്തം എന്ന് വിചാരിച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെ. എന്റെ അമ്മ അല്ലെങ്കിൽ എന്റെ സഹോദരിയാണ്, എന്റെ ഫാദറാണ്, എന്റെ കുട്ടിയാണ് എന്നൊക്കെ ഉള്ള ഒരു സെൻസിലാണ് തന്റെ മുന്നിലിരുന്ന ഓരോ പേഷ്യന്റിനെയും അവർ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ രീതിയിലുള്ള കൺസിഡറേഷൻസ് കൊടുത്തിട്ടാണ് ദേ ആർ പ്രൊവൈഡിങ് ദ ട്രീറ്റ്മെന്റ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. ആൻഡ് ഇഫ് ദർ ഈസ് എനി എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ, പോരായ്മകൾ, ലിമിറ്റേഷൻസ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ്സിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ടീസ് ചെയ്ത് അതിനെയൊക്കെ തിരുത്തി കറക്റ്റ് ചെയ്ത് കൃത്യമായി മാനേജ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൺട്രോളിലാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെയൊക്കെ ഒരു ഭാഗമാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിരിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട. എല്ലാം നമ്മളിവിടെ കൃത്യമായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും, ക്ലാസ്സുകളുടെ അറേഞ്ച്മെന്റുകൾ അത് മൺഡേ ടു ഫ്രൈഡേ ആയിരിക്കും ക്ലാസ്സസ് ഒക്കെ വരിക. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെയാണ് ക്ലാസ്സസ്. മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുമ്പോൾ മൺഡേ ഫ്രൈഡേ മാത്രം ക്ലാസ് എടുക്കുന്ന ആ ടീച്ചർ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു എന്ന് നേരത്തെ ഒരു അനുഭവം എനിക്കുണ്ടായി. സോറി, അതുപോലെ അവരുന്നിട്ടാ ആ ടീച്ചർ ഇൻട്രൊഡക്ഷൻ ക്ലാസ് അങ്ങനെ പറഞ്ഞു. മൺഡേ ടു ഫ്രൈഡേ എന്ന് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തേ തേഴ്സ്ഡേ ക്ലാസ് വെച്ചെന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അവരുടെ മൺഡേ ട്യൂസ്ഡേ, അതുകൊണ്ടാണ് ഞാൻ ഡേ ഓരോന്ന് എടുത്ത് പറഞ്ഞത്. ഇത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരിക്കണം. അങ്ങനെയാണ് ക്ലാസ്സസ് ഉണ്ടായിരിക്കാം. ക്ലാസ്സുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങള് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡിസ്കസ് ഓർ ഷെയർ വിത്ത് മീ. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി. അതിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കറക്ഷൻസ് നമുക്ക് നടത്തേണ്ടതാണെങ്കിൽ നടത്തി തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് എല്ലാവരും പ്രിപ്പയർഡ് ആകുക. നിങ്ങളുടെ സർട്ടിഫിക്കേഷൻസ് സംബന്ധിച്ചത് അതുപോലെയുള്ള മറ്റു ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഒത്തിരി വേറെ എന്തൊക്കെയോ കാര്യങ്ങളും പിന്നെ നമ്മൾ ഇവിടുന്ന് എന്തൊക്കെയാണോ നിങ്ങൾക്ക് തരേണ്ട ചില നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് സാറിന്റെ അടുത്തൊരു സെഷനിൽ നിങ്ങൾക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് വരും എന്ന് ഞാൻ തുടക്കം പറഞ്ഞിരുന്നു. കുറച്ച് നേരം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ക്ലാസ് ഡിസംബർ 3rd 10:30 ക്ലാസ് ആയിരിക്കും. ഡിസംബർ 3-ാം തീയതി 10:30 സാറിന്റെ ഒരു ഇതുപോലെ തന്നെ ഒരു 45 മിനിറ്റ്സിന്റെ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ സാറ് നിങ്ങൾക്ക് അന്നേരം നിങ്ങൾക്ക് സർട്ടിഫിക്കേഷന്റെ കാര്യത്തെ കുറിച്ചോ ഫീസിനെ സംബന്ധിക്കുന്ന കാര്യമോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഐഡിയ ആണ് നിങ്ങൾക്ക് ഞാനിപ്പോ തന്നത്, ഷെയർ ചെയ്തത്. ഐ തിങ്ക് യു ഓൾ ഹാവ് ഫോളോഡ് വാട്ട് എവർ ഐ ഹാവ് ഡിസ്കസ്ഡ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒരുപാട് കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. എനിക്ക് നിങ്ങളെയൊക്കെ പരിചയപ്പെടണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ സ്ട്രെങ്ത് ഈസ് 184. ലാസ്റ്റ് 2-3 പേര് വന്നിട്ട് 2 പേര് അല്ലെ, 2 പേര് ഏറ്റവും അവസാനം വന്നിട്ടുണ്ട്. ആരാണാവോ? അപ്പൊ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മിസ്സായിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങള് കുറച്ച് പേര് അവിടെ മിസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്നുകൂടി കാണുക. ഓക്കെ, ഈ ക്ലാസ്സുകളെ സംബന്ധിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഞാൻ ചോദിക്കാം. അപ്പോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് പറയുക. അല്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ് നിങ്ങളുടെ 10:30 3-ാം തീയതി ഡിസംബറിലായിരിക്കും. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 5-നാണ്. ഐ തിങ്ക് അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്? യെസ്, അതിനെ സംബന്ധിക്കുന്ന കാര്യമാണ് എക്സാം, സർട്ടിഫിക്കേഷൻസ്, അതുപോലെയുള്ള മറ്റു കാര്യങ്ങൾ. എക്സാമിന്റെ സർട്ടിഫിക്കേഷൻ തരുന്നതും മാർക്കുകളും മറ്റുമൊക്കെ സർ ആയിരിക്കും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്തതിനെ കുറിച്ച് മാത്രമാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് മാത്രമാണ്. ക്ലിയർ അല്ലേ? എല്ലാവരും ഒരുപാട് പല പല ഡിസ്ട്രിക്റ്റിലുള്ള ആളുകളാണ്. നമ്മുടെ സ്ലാങ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ചില സ്ഥലത്ത് സംസാരിക്കുന്നവര് ഇപ്പൊ നിങ്ങളിൽ തന്നെ കുറച്ച് ആളുകളൊക്കെ കണ്ണൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരുണ്ടോ? ഇവിടെ ഒന്ന് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് മെൻഷൻ ചെയ്യാമോ?
അറിയില്ല, പറയുന്നില്ല. ഓക്കെ, മലപ്പുറം. അപ്പൊ ചില സ്ലാങ് നമുക്ക് ക്ലിയർ ആവില്ല, നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാനിപ്പോ പറയുന്നത് എനിക്ക് പോലെ തന്നെയല്ലേ നിങ്ങളോട് ചോദിക്കുക. അതുകൊണ്ടാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞതില് എന്തെങ്കിലും ക്ലാരിഫിക്കേഷന്റെ ആവശ്യമൊന്നും ക്ലിയർ ആയിരുന്നു എന്നാണ് കുട്ടികളും എല്ലാവരും പറയാം. താങ്ക് യു. എക്സാംസ് ഉണ്ടായിരിക്കും. പിന്നെ നോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് PDF ആയിട്ട് നോട്ടുകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഐ തിങ്ക് ടെക്സ്റ്റ് ബുക്കുകൾ പ്രൊവൈഡ് ചെയ്യും എന്ന് തോന്നുന്നു അല്ലെ? ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സാർ തന്നെ പറയും. ഞാനിപ്പോ നമ്മുടെ ഈ ഒരു കോഴ്സിനെ സംബന്ധിക്കുന്ന കാര്യം മാത്രമാണ്. PG എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു കോഴ്സ് പഠിച്ചു. ഞാൻ +2 പഠിച്ചു. +2 സയൻസാ പഠിച്ചത്. സയൻസ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ചില നഴ്സിംഗിന് ഡയറക്റ്റ്ലി പോകും, ചിലർ എന്ത് ചെയ്യും? BSc എടുക്കും അല്ലെ? അതുപോലെ തന്നെ കൊമേഴ്സ് എടുക്കും. +2 കൊമേഴ്സ് എടുക്കും. കൊമേഴ്സ് എടുത്താൽ നമ്മൾ സാധാരണ ഒബ്വിയസ്ലി എവിടേക്കാ പോവുക? BCom എടുക്കും അല്ലെ? BCom കൂടി കഴിഞ്ഞിട്ടാ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? അതെ, ISSD സിലബസ് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? CA പോകും, അല്ലെങ്കിൽ ACA പോകും. ഒത്തിരി ഉണ്ടല്ലോ കോഴ്സുകൾ. അപ്പൊ ഓരോ കോഴ്സും നമ്മൾ കൂടുതൽ ആഡ് ഓൺ ചെയ്യുമ്പോൾ there will be increment in our salary also അല്ലെ? തീർച്ചയായിട്ടും ഓരോ പടി മുന്നിൽ പോകുമ്പോൾ എന്ത് പറ്റും? നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റുകൾ കൂടുതൽ വരിക അല്ലെ? PG കൂടി എടുക്കുമ്പോൾ ഡിപ്ലോമയ്ക്ക് കിട്ടുന്ന സാലറി അല്ലല്ലോ. നമ്മള് PG എടുത്തു, നമ്മൾ ജോയിൻ ചെയ്ത് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നമ്മളുടെ ഡിപ്ലോമ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ നമ്മൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിന്റെ ഒപ്പം തന്നെ PG കൂടി എടുത്തു കഴിയുമ്പോൾ സാലറി തീർച്ചയായിട്ടും കൂടുമല്ലോ. മനസ്സിലായോ? പിന്നെ മാത്രമല്ല, നമ്മൾ അതനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് വർദ്ധിക്കും അല്ലേ? സാധാരണ അങ്ങനെയല്ലേ? ഒബ്വിയസ്ലി അങ്ങനെയാണല്ലോ. എന്ത് കാര്യം അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ആദ്യം നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാലറി ആയിരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ. പിന്നെ അതിന്റെ ഒപ്പം നിന്നിട്ട് നമ്മൾ അതിന്റെ അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ചു. അപ്പൊ നമുക്ക് അതേ സാലറി തന്നെ പ്രൊവൈഡ് ചെയ്താലോ? പിന്നെ നമ്മൾ എന്തിനും കഷ്ടപ്പെട്ട് വേറെ പഠിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ കോഴ്സും പോലെ തന്നെ PG എടുക്കുമ്പോൾ PG ലെവലിലേക്കുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓക്കെ, PG ഉള്ളവരും ഉണ്ട് ഇതിനകത്ത്. PG കോഴ്സ് എടുത്തവരും ഉണ്ട്. PG ക്ലാസ്സുകാരും ഒരുമിച്ചാണ് എടുക്കുക. കാരണം ഡിപ്ലോമ അവർക്ക് വേണം, അതിന്റെ ഒപ്പം തന്നെ PG. അതിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ സാർ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. ഓക്കെ, ചെയ്യാലോ. ഡിപ്ലോമ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡിപ്ലോമയുടെ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ജോബിന് കയറിയിട്ട് യു ക്യാൻ കണ്ടിന്യൂ ദ ക്ലാസസ് ഓഫ് PG. തീർച്ചയായിട്ടും പറ്റുമല്ലോ. പിന്നെന്താ കുഴപ്പം? അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോ ഏത് കോഴ്സിനും നമുക്ക് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ആൻഡ് പരിചയപ്പെടലൊക്കെ നമുക്ക് ക്ലാസ്സുകളിൽ വരുമ്പോഴേക്കും നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ ക്ലാസ് ശരിക്കും നമ്മുടെ കോഴ്സിന്റെ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ നമുക്ക് അന്നേരമൊക്കെ പറ്റുന്ന രീതിയിലൊക്കെ പരിചയപ്പെടാം. ഓക്കെ, എന്റെ പേര് നമ്മൾ ആദ്യം പറഞ്ഞു, പേര് നിഷ എന്നാണ്. നിഷ. എന്റെ നോർത്ത് പറവൂരാണ് നമ്മുടെ വീടും സ്ഥലവും ഒക്കെ. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോർത്ത് പറവൂരിലാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ നോർത്ത് പറവൂർ ഒന്നും ആരും ചിലപ്പോ പെട്ടെന്ന് മറന്നുപോകോ അല്ലെങ്കിൽ കേട്ടിട്ടില്ല എന്നോ പറയില്ല. കേൾക്കാത്തവരുണ്ടോ? മറ്റേ നമ്മുടെ ഫ്ലഡ് വന്നപ്പോ ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് അതിൽ നിന്നൊക്കെ നീന്തി കരകയറിയ ആളുകളാണ് ഞങ്ങള്. തീർച്ചയായിട്ടും അന്നാളില് ആ ഒരു വെള്ളപ്പൊക്കത്തിനൊക്കെ എറണാകുളത്ത് ഉള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, കേട്ടിട്ടുണ്ട്. യെസ്. പിന്നെ എവിടെയാ? ആരാ എന്റെ നാടിനോ? ആരാ? രമ്യ കിരൺ. ഇവിടെ എവിടെയാ? എനിക്ക് തോന്നുന്നു മാരേജ് കഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക് പോയതായിരിക്കാം. അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ അടുത്ത പ്രദേശങ്ങളിലുള്ള ആരെങ്കിലും ഉണ്ടോ? അടുത്ത പ്രദേശങ്ങളില് മാവേലിക്കര അല്ലെ? ഓക്കെ, മാവേലിക്കര ഉണ്ട്, കൊടുങ്ങല്ലൂരുണ്ട്. യെസ്. തിരുപ്പേരൊക്കെ കുറച്ച് കൂടുതൽ ദൂരെയാണ്. തൃശ്ശൂർ, ചാലക്കുടി, കായംകുളം. ഓക്കെ, അപ്പൊ നമ്മൾ പഠിക്കുന്ന കോഴ്സ് അത്ര ചില്ലറ കോഴ്സ് അല്ല. അപ്പൊ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഉണ്ടാകുന്ന ഇംപ്രഷൻ ലാസ്റ്റ് വരെ ഉണ്ടാകണം. ചാടി നിൽക്കണം. ഓക്കെ, കല്യാണം കഴിഞ്ഞപ്പോ പോന്ന മാരേജ് കഴിഞ്ഞ് പോയതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ബിഗിനിങ്ങിൽ ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു ഇംപ്രഷനും ഒക്കെ ലാസ്റ്റ് ഒപ്പം വരെ അവസാനം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. വളരെ നല്ല ക്ലാസ്സുകൾ തരാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇത്രയും ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ 12th ബാച്ചസ് ആണ്. നിങ്ങളുടെ 12th ബാച്ച് നമ്പറാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം. അപ്പൊ ഇതിന് മുമ്പ് ബാച്ചസ് ഇത്രയും ഇപ്പൊ ഓൺ ഗോയിങ് ആണ് കേട്ടോ. ഒരു 5th ബാച്ച് തുടങ്ങി ഇവിടെ തന്നെ ഉണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. 4 ബാച്ചസ് ആണ് നമ്മൾ. ഓക്കെ, അപ്പൊ ബാക്കി ക്ലാസ്സസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഗോയിങ് ആണ്. നിങ്ങളും അതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഐ വിഷ് ഓൾ യു എ വെരി ബെസ്റ്റ്. നിങ്ങളുടെ ഒരു കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനും അതുപോലെ നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും
ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള ആശംസകൾ നേരുന്നു. ഓക്കെ, നമ്മൾ ക്ലാസ്സിൽ കാണുന്നതായിരിക്കും. ഒരു ദിവസമൊക്കെ ചിലപ്പോൾ തന്നെ കാണുള്ളൂ, ബിക്കോസ് ഒരേ ക്ലാസ്സസ് ഒക്കെ എനിക്കുണ്ടാവും. വൺസ് ഇൻ എ വീക്ക് എന്തായാലും നമ്മൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ക്ലാസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ഇത്രയും ക്ലാസ്സില് കുറെ പേർക്കൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ് എന്നുള്ള ആ ഒരു എന്താ പറയാ ഫെസിലിറ്റിയും ഉള്ളത് കൊണ്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടായിരിക്കും കോഴ്സസിൽ. എങ്കിലും തീർച്ചയായിട്ടും റെക്കോർഡഡ് ക്ലാസ് നിർബന്ധമായിട്ട് അന്ന് തന്നെ കാണാൻ നോക്കുക കേട്ടാ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് നാളെ അപ്ലോഡ് ചെയ്യുമ്പോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക. എന്നിട്ട് നമ്മൾക്ക് തന്നിരിക്കുന്ന നോട്ട്സും വായിച്ച് ചെയ്യുമ്പോൾ സൂപ്പറായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും ഇതുപോലെ എന്താ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ഷെയർ ചെയ്യുക. അത് മറ്റു ടീച്ചേഴ്സിനോട് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് എന്നോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. കാരണം അതൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി അങ്ങനെയുള്ള കറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും അത് ചെയ്യുക. സോ once again all the best. നമുക്ക് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ആൻഡ് shall I wind up? ഈ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ? വെളിയിലുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ? ഓക്കെ, ക്ലാസ് 2 hours ഉണ്ടായിരിക്കും. ക്ലാസ് 2 hours ഡെയിലി. ദാറ്റ് മീൻസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ വരെ 2 മണിക്കൂർ വീതം മോർണിംഗ് സെഷനിലായിരിക്കും ക്ലാസ് ഉണ്ടാകുക. 10:30 to 12:30 രണ്ടുപേരും മാറി മാറി വരെ. ഒരു 1 hour ഒരു ടീച്ചർ ആയിരിക്കും, 1 hour മറ്റൊരു ടീച്ചർ ആയിരിക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും ഉണ്ടാകുക ക്ലാസ്സസ് ഒക്കെ. 10:30 to 12:30 ആയിരിക്കും. കുഴപ്പമില്ല, ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ അതിന്റെ റെക്കോർഡഡ് ക്ലാസ് എവറി ഡേ അത് അപ്ലോഡ് ചെയ്യും. അതിൽ യാതൊരു മുടക്കും വരില്ല. നിങ്ങൾ കാണുന്നതിൽ മുടക്ക് വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ, ഉണ്ട് 40+ ഒക്കെ ഉണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ, അടുത്ത ദിവസം രാവിലെ. ടുഡേസ് ക്ലാസ് വിൽ ബി അപ്ലോഡഡ് ടുമോറോ. മോർണിംഗിലായിരിക്കും അത് അപ്ലോഡ് ചെയ്യുക. അപ്പൊ അത് വൈകുന്നേരം അടുത്ത ക്ലാസ് കയറുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കണ്ട് അത് മനസ്സിലാക്കാനും അതുപോലെയൊക്കെ നോക്കുക കേട്ടാ. ഒരു മൊഡ്യൂൾസ് കഴിയുമ്പോൾ അല്ല 1-2 മൊഡ്യൂൾ അതൊക്കെ സാറ് പറയൂ കേട്ടോ. അതിനെ കുറിച്ച് വിശദമായിട്ട് സാറ് പറയുമായിരിക്കും. പറയൂ. റെക്കോർഡഡ് ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഗൂഗിൾ ക്ലാസ് റൂമിലാണ്. അതും ഒക്കെ സാറ് പറയും. ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ ഇട്ടുതരിക. നോട്ട്സ് എല്ലാം മോക്ക് ടെസ്റ്റുകളായിരിക്കാം. ഓരോ ദിവസത്തെ മോക്ക് ടെസ്റ്റുകള്. നോട്ട് നിങ്ങൾക്ക് ബുക്കായിട്ട് തരും. നോട്ട് ബുക്കായിട്ട് ടെക്സ്റ്റ് ബുക്കുകളായിട്ട് പ്രിന്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതനുസരിച്ച് നിങ്ങൾ അതൊക്കെ വാങ്ങിച്ച് എപ്പോ വേണമെങ്കിലും റെക്കോർഡ് ക്ലാസ് എപ്പോഴും അവിടെ കിടക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ടിട്ട് അവിടെ ഇട്ടിട്ടുണ്ടായിരിക്കും. സോ യു ക്യാൻ സീ വെനെവർ യു ഗെറ്റ് ടൈം യു ക്യാൻ വാച്ച് ഇറ്റ്. നിങ്ങൾ എപ്പോ വേണമെങ്കിലും അത് നോക്കി മനസ്സിലാക്കി അത് വാച്ച് ചെയ്യാം. നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ടീച്ചേഴ്സിനോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ റെക്കോർഡ് ക്ലാസ് മാത്രം കാണുന്നവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ ചിലപ്പോ അയ്യോ എനിക്ക് അപ്പൊ സംശയം ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മളത് എങ്ങനെ ചെയ്യും? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന ആ ഡൗട്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കി വെക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇപ്പൊ നിങ്ങൾ ഇത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഫോം ചെയ്യും. അപ്പൊ ഇഫ് യു ഹാവ് എനി ഡൗട്ട് നിങ്ങൾ ആ ഗ്രൂപ്പിലേക്കൊന്ന് നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊന്ന് ഷെയർ ചെയ്യാം. അപ്പൊ അവിടെ ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ അവര് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തരും. എന്താന്ന് വെച്ചാൽ അപ്പൊ ക്ലാസ്സിൽ റെഗുലർ ആയിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ക്ലാരിഫിക്കേഷൻ ചിലപ്പോൾ അവർക്ക് തരാൻ പറ്റുമായിരിക്കാം. ഇൻ കേസ് അവർക്കും അത് തരാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉള്ള ആളുകൾ ആരെങ്കിലും ആ ഡൗട്ട് ഒന്ന് അവർക്ക് ചിലപ്പോൾ കയറാൻ പറ്റില്ല. ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ഡെയിലി കാണുന്നത്. ഐ ഹാവ് നോ ടൈം ടു വാച്ച് ദ ലൈവ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ വായിച്ചു നോക്കി അല്ലെങ്കിൽ ക്ലാസ് കണ്ടപ്പോ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്യും? എനിക്കത് ചോദിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് എനിക്കത് ലൈവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഒന്ന് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും എന്ന് ചോദിക്കാം. അപ്പൊ അവരെന്ത് ചെയ്യും? പറഞ്ഞു തരുമായിരിക്കും. ഇനി പറഞ്ഞു തരാൻ പറ്റിയില്ലെങ്കിൽ ആ ചോദിച്ച ചോദ്യം മറ്റാരെങ്കിലും ഒന്ന് ക്ലാസ്സിൽ ഒന്ന് അവതരിപ്പിക്കാം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ആർക്കും വേണമെങ്കിലും ഒന്ന് ആ ടീച്ചറോട്, ആ ടീച്ചറുടെ ഏത് ടീച്ചറിന്റെ ടോപ്പിക് ആണോ അവരോടൊന്ന് ഷെയർ ചെയ്യാം. ടീച്ചർ ഇതെന്താണ്, ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട്, ഒരാൾ ക്ലിയർ ചെയ്താൽ മതിയല്ലോ. ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ അപ്പൊ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ആരാണോ എന്ന് ചോദിച്ചാൽ ആൾക്കതൊന്ന് മറുപടി ആയിട്ട് കൊടുക്കുക. റൈറ്റ്? ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് സമയമായി വൈൻഡപ്പ് ചെയ്യാനുള്ള. അപ്പൊ അടുത്ത ക്ലാസ് മറക്കണ്ട, December 3rd 10:30 10:30
So once again, all the best and bye. Okay, thank you. Good morning.